നമസ്കാരം. നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് കേരള PSC ഇനി നടത്താൻ പോകുന്ന LTC, LGS പോലുള്ള പരീക്ഷകൾക്ക് ഏറ്റവും പ്രധാനത്തോട് കാണേണ്ട ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ്. അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള വിവിധ തൊഴിൽ മാഗസീനിൽ നിന്നും തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, അതുപോലെ തന്നെ PSC ബുള്ളറ്റിൻ, അതോടൊപ്പം തന്നെ ലക്ഷ്യ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാഗസീൻ ഉണ്ട്. അതിൽ നിന്നൊക്കെ തിരഞ്ഞെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ജസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുന്ന ഒരു റിവിഷനായിട്ട് കാണുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോ ക്ലാസ്സുകളിലൂടെ നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമതൊരു വീഡിയോ ക്ലാസ് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ വീഡിയോ ക്ലാസ്സാണ്. രണ്ടാമത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ആദ്യ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. KSRTC പുതുതായിട്ട് ആരംഭിക്കുന്ന കമ്പനിയുടെ പേരെന്താണ് നമ്മുടെ ചോദ്യം. KSRTC പുതുതായിട്ട് ആരംഭിക്കുന്ന കമ്പനിയുടെ പേരാണ് K-Shift എന്ന കാര്യം ഓർത്തിരിക്കുക. കേരള സിംഗിൾ വിൻഡോ ഇൻ്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പാരൻറ്റ് ക്ലിയറൻസ് എന്നതാണ് K-Shiftൻ്റെ പൂർണ്ണരൂപം. ദീർഘദൂരം ബസ്സുകളുടെ നടത്തിപ്പിന് വേണ്ടി KSRTC കോർപ്പറേഷനുകൾ രൂപവൽക്കരിക്കുന്ന സ്വതന്ത്ര കമ്പനിയാണ് K-Shift എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ KSRTC പുതുതായിട്ട് ആരംഭിക്കുന്ന കമ്പനിയുടെ പേര് ഓർക്കണം, K-Shift എന്നാണ്. കേരള സിംഗിൾ വിൻഡോ ഇൻ്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ക്ലിയറൻസ് എന്നതാണ് K-Shiftൻ്റെ പൂർണ്ണരൂപം. ദീർഘദൂര ബസ്സുകളുടെ നടത്തിപ്പിന് വേണ്ടി KSRTC കോർപ്പറേഷനുകളെ രൂപവൽക്കരിക്കുന്ന സ്വതന്ത്ര കമ്പനിയാണ് ഈ പറയുന്ന K-Shift എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്നത് ജനുവരി 11 ഇന്ത്യയിലെ ഏത് മുനിസിപ്പൽ കോർപ്പറേഷനിലാണ് ബൃഹത് മഹാനഗരപാലിക നിയമം പ്രാബല്യത്തിൽ വന്നത്. 2021 ജനുവരി 11 ഇന്ത്യയിലെ ഏത് മുനിസിപ്പൽ കോർപ്പറേഷനിലാണ് ബൃഹത് മഹാനഗരപാലിക നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ബംഗളൂരുവാണ്. ജനുവരി 11 2021 ഇന്ത്യയിലെ ഏത് മുനിസിപ്പൽ കോർപ്പറേഷനിലാണ് ബൃഹത് മഹാനഗരപാലിക നിയമം പ്രാബല്യത്തിൽ വന്നത്. ഉത്തരമായിട്ട് വരേണ്ടത് ബംഗളൂരുവാണ്. ലോക ബ്രെയിലി ദിനം എന്നാന്ന് വെച്ചാൽ ജനുവരി 4 ഫ്രഞ്ചുകാരനായിട്ടുള്ള ലൂയിസ് ബ്രെയിലിയുടെ ജന്മദിനത്തിൻ്റെ സ്മരണാർത്ഥമാണ് ലോക ബ്രെയിലി ദിനമായിട്ട് ജനുവരി 4 ആചരിക്കുന്നത്. പലപ്പോഴായിട്ട് PSC ചോദിച്ചിട്ടുള്ളതാണ്. ലോക ബ്രെയിലി ദിനം ചോദിക്കുകയാണെങ്കിൽ ജനുവരി 4. ദേശീയ പ്രവാസി ഭാരതീയ ദിനം ജനുവരി 9. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയതിൻ്റെ ഓർമ്മപ്പെടുത്തലിനാണ് ദേശീയ പ്രവാസി ഭാരതീയ ദിനമായിട്ട് ജനുവരി 9 ആചരിക്കുന്നതെന്ന കാര്യം ഓർക്കുക. 1915 ജനുവരി 9 PSC എപ്പോഴും ചോദിക്കാറുള്ള ഒരു തീയതിയാണ്. ആ ഒരു ദിവസമാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 9 നമ്മുടെ ഭാരതത്തിൽ ദേശീയ പ്രവാസി ഭാരതീയ ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ യുവജന ദിനം ജനുവരി 12 സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ്. 2021 യുവജന ദിന ആ ഒരു ദിവസത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ചാനലൈസിങ് യൂത്ത് പവർ ഫോർ നാഷണൽ ബിൽഡിംഗ് എന്നാണ്. ചാനലൈസിങ് യൂത്ത് പവർ ഫോർ നാഷണൽ ബിൽഡിംഗ് എന്നതാണ് 2021 ദേശീയ യുവജന ദിനത്തിൻ്റെ സന്ദേശം എന്ന കാര്യം ഓർക്കുക. അപ്പോൾ എന്നാണ് ദേശീയ യുവജന ദിനം? ജനുവരി 12. ആരുടെ ജന്മദിനം? സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനം. എന്തായിരുന്നു 2021 യുവജന ദിനത്തിൻ്റെ സന്ദേശം? ചാനലൈസിങ് യൂത്ത് പവർ ഫോർ നാഷണൽ ബിൽഡിംഗ് എന്നതാണ്. ദേശീയ കരസേനാ ദിനമുണ്ട് ജനുവരി 15. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ കരസേനയുടെ ആദ്യത്തെ ഇന്ത്യൻ മേധാവിയായിട്ട് ജനറൽ കരിയപ്പ അധികാരമേറ്റു. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദേശീയ കരസേനാ ദിനം ജനുവരി 15 ആചരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ദേശീയ കരസേനാ ദിനമായിട്ട് ജനുവരി 15 ആചരിക്കാനുള്ള ഒരു കാരണമാണ് ഇവിടെ പറഞ്ഞു പോയത്. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ ജനറൽ കരിയപ്പ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ ഈ കരസേനയുടെ മേധാവിയൊക്കെ ആയിട്ട് അധികാരമേറ്റ ആ ഒരു ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മുടെ ഭാരതത്തിൽ എല്ലാ വർഷവും ജനുവരി 15 എന്തായിട്ട് ആചരിക്കുന്നത്? ദേശീയ കരസേനാ ദിനമായിട്ട് ആചരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. മറ്റൊന്നാണ് ജനുവരി 23 പരാക്രം ദിവസമായിട്ട് ആചരിക്കുന്ന ജനുവരി 23 നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമാണെന്ന്. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമായിട്ടുള്ള ജനുവരി 23 പരാക്രം ദിവസമായിട്ട് ആചരിക്കുന്നു. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം ജനുവരി 24 അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം ജനുവരി 24. ദേശീയ ബാലികാ ദിനം ജനുവരി 24 ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി നമുക്കറിയാം ഇന്ദിരാഗാന്ധിയാണ്. അവർ 1966 ചുമതലയേൽക്കുന്നു ആദ്യമായിട്ട്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 24 ബാലികാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. മറ്റൊന്ന് ദേശീയ സമ്മതിദായക ദിനമാണ് ജനുവരി 25. നാഷണൽ വോട്ടേഴ്സ് ദിനം ചോദിച്ചാൽ ജനുവരി 25. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെട്ടത് ജനുവരി 25. 1950 ആ ഒരു വർഷത്തിലാണ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കുന്നത്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ദേശീയ സമ്മതിദായക ദിനമായിട്ട് ജനുവരി 25 എല്ലാ വർഷവും ആചരിക്കുന്നു എന്ന കാര്യം ഓർക്കുക. ഇനി ദേശീയ വിനോദസഞ്ചാര ദിനവും ജനുവരി 25 ദേശീയ വിനോദസഞ്ചാര ദിനം എന്താണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജനുവരി 25 ലോക കസ്റ്റംസ് ദിനം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ അതേ ദിവസം തന്നെയാണ് ലോക കസ്റ്റംസ് ദിനവും വരുന്നത് ജനുവരി 26.
രക്തസാക്ഷി ദിനം ജനുവരി 30, ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമാണ് ജനുവരി 30 എന്ന് പറയുന്നത്. അപ്പോൾ ജനുവരി 30 ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമാണ്. അന്നാണ് നമ്മുടെ ഭാരതത്തിൽ രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത്. ജനുവരി 30 തീയതി തന്നെയാണ് ലോക കുഷ്ഠരോഗ നിവാരണ ദിനമായിട്ടും ആചരിക്കുന്നത്. ലോക കുഷ്ഠരോഗ നിവാരണ ദിനം എന്നാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജനുവരി 30 തീയതിയാണ്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട പ്രധാനപ്പെട്ട ദിനങ്ങളാണ്, PSC എപ്പോഴും ചോദിക്കുന്ന ദിനങ്ങളാണ്. എന്നാണ് ലോക ബ്രെയിലി ദിനം എന്ന് ചോദിച്ചാൽ ജനുവരി 4 തീയതിയാണ്. എന്നാണ് ദേശീയ പ്രവാസി ഭാരതി ദിനം എന്ന് ചോദിച്ചാൽ ജനുവരി 9 തീയതിയാണ്. എന്നാണ് ദേശീയ യുവജന ദിനം എന്ന് ചോദിച്ചാൽ ജനുവരി 12 തീയതിയാണ്. എന്നാണ് ദേശീയ കരസേനാ ദിനം എന്ന് ചോദിച്ചാൽ ജനുവരി 15 തീയതിയാണ്. എന്നാണ് നമ്മുടെ ഭാരതത്തിൽ പരാക്രം ദിവസമായിട്ട് നേതാജി ദിനമായിട്ടൊക്കെ ആചരിക്കുന്നത് വെച്ചാൽ ജനുവരി 23. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം എന്നാന്ന് വെച്ചാൽ ജനുവരി 24. ദേശീയ ബാലികാ ദിനം എന്നാന്ന് വെച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ജനുവരി 24. ദേശീയ സമ്മതിദായക ദിനം എന്നാന്ന് വെച്ചാൽ ജനുവരി 25 തീയതിയാണ്. അതുപോലെ തന്നെ ദേശീയ വിനോദസഞ്ചാര ദിനവും ജനുവരി 25-നാണ്. ലോക കസ്റ്റംസ് ദിനം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനുവരി 26. രക്തസാക്ഷി ദിനം എന്നാണ് നമ്മുടെ ഭാരതത്തിൽ എന്ന് വെച്ചാൽ ജനുവരി 30. ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമാണ് ജനുവരി 30. അതുപോലെ തന്നെ ലോക കുഷ്ഠരോഗ നിവാരണ ദിനവും ജനുവരി 30 കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യൻ കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ചത് ജനുവരി 16-നാണ്. നമ്മുടെ ഇന്ത്യയിൽ കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ച തീയതി 2021 ജനുവരി 16-നാണ്. ഡൽഹി എയിംസിൽ ശുചീകരണ തൊഴിലാളി മനീഷ് കുമാറാണ് രാജ്യത്തെ ആദ്യ കോവിഡ് വാക്സിൻ സ്വീകരിച്ചത്. കോവിഷീൽഡ് ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ സഹകരണത്തോടെ പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ പറയുന്ന കോവിഷീൽഡ് ഇന്ത്യയിൽ വികസിപ്പിക്കുന്നത്. കോവാക്സിൻ ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവിഡ് വാക്സിൻ ആണെന്ന് ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ കോവാക്സിൻ വികസിപ്പിച്ചത് ഭാരത് ബയോടെക് ആണ്. കോവിഷീൽഡ് വികസിപ്പിച്ചത് ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ സഹായത്താൽ പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മനീഷ് കുമാറാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് വാക്സിൻ സ്വീകരിച്ച വ്യക്തി എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയിൽ കോവിഡ് വാക്സിനേഷൻ ആരംഭിക്കുന്നത് 2021 ജനുവരി 16 തീയതിയാണ്. ഈ ഒരു ദിവസത്തിൽ ആദ്യമായിട്ട് ഈ പറയുന്ന കോവിഡ് വാക്സിൻ സ്വീകരിച്ച വ്യക്തി ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹി എയിംസിലെ ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള മനീഷ് കുമാർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് 2021 പൊതു ബജറ്റ് ഫെബ്രുവരി 1 അവതരിപ്പിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ട് പേപ്പർ രഹിതമായിരുന്നു 2021 പൊതു ബജറ്റ്. 2021 പൊതു ബജറ്റ് ഫെബ്രുവരി 1 കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ട് പേപ്പർ രഹിത ബജറ്റായിരുന്നു 2021 അവതരിപ്പിച്ച ബജറ്റ് എന്ന കാര്യം ഓർക്കും. അപ്പോൾ 2021 ഫെബ്രുവരി മാസത്തിലെ ബജറ്റിന് ഒരു പ്രത്യേകത എന്തായിരുന്നു? പേപ്പർ രഹിത ബജറ്റ് എന്നൊരു പ്രത്യേകത ഉണ്ടെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയുടെ നേതൃത്വത്തിൽ തീരദേശങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള പര്യവേക്ഷണ കപ്പലാണ് സാഗർ അന്വേഷിക. സാഗർ അന്വേഷിക എന്ന് പറയുന്ന ഒരു പര്യവേക്ഷക കപ്പലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയുടെ നേതൃത്വത്തിൽ തീരദേശങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള പര്യവേഷണ കപ്പലാണ് സാഗർ അന്വേഷിക എന്ന കാര്യം ഓർക്കുക. ചെന്നൈ തുറമുഖത്ത് വെച്ച് കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്ന ഹർഷ് വർദ്ധൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്ന ഹർഷ് വർദ്ധൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ആരാണ് മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്? ഭൂപേന്ദ്ര യാദവ് ആണ്. ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഈ അടുത്ത് വന്നിട്ടുള്ള ഒരു മാറ്റമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പേര് ഭൂപേന്ദ്ര യാദവ് എന്നൊരു പേര് ഇവിടെ ഓർത്തിരിക്കുക. മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഒപ്പം സാഗർ അന്വേഷിക എന്താണെന്ന് ഓർത്തിരിക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയുടെ നേതൃത്വത്തിൽ തീരദേശങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള പര്യവേക്ഷണ കപ്പലാണ് സാഗർ അന്വേഷിക. ചെന്നൈ തുറമുഖത്ത് വെച്ച് കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്ന ഹർഷ് വർദ്ധൻ ആയിരുന്നു അന്ന് ഉദ്ഘാടനം ചെയ്തത്. നിലവിൽ മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണെന്ന് വെച്ചാൽ ഭൂപേന്ദ്ര യാദവ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഭൂപേന്ദ്ര യാദവ് ആണ് നിലവിലെ മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് പദവിയിലുള്ളതെന്ന കാര്യം ഓർക്കുക. അടുത്തത് 2 തവണ ഇംപീച്ച്മെന്റിന് വിധേയനായ ആദ്യ US പ്രസിഡന്റ് ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ആണ് 2 തവണ ഇംപീച്ച്മെന്റിന് വിധേയമായിട്ടുള്ള ആദ്യത്തെ US പ്രസിഡന്റ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇംപീച്ച്മെന്റ് പക്ഷേ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ വിജയിക്കുകയും പക്ഷേ പിന്നീട് ഇംപീച്ച്മെന്റ് നടപ്പിലാക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഓർത്തിരിക്കുക, ആ ഒരു പ്രോസസ്സിന് വിധേയമാകുന്ന ആദ്യത്തെ US പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഡൊണാൾഡ് ട്രംപ് ആണ്. ആദ്യമായിട്ട് 2 തവണ ഇംപീച്ച്മെന്റിന് വിധേയമാകുന്ന ആദ്യ US പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ ഡൊണാൾഡ് ട്രംപ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായമേറിയ ഒളിമ്പിക് മെഡൽ ജേതാവ് ആരെന്നൊരു ചോദ്യം ചോദിക്കാം. ഉത്തരമായിട്ട് വരുന്ന ആഗ്നസ് കെലേറ്റി ആണ് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഒളിമ്പിക്സ് മെഡൽ ജേതാവ്. 2021 ജനുവരിയിൽ ഇവർക്ക് 100 വയസ്സ് തികഞ്ഞു. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിലും 1956 മെൽബൺ ഒളിമ്പിക്സിലും ജിംനാസ്റ്റിക്സിൽ ഹംഗറിക്കായിട്ട് 10 മെഡലുകൾ നേടിയിട്ടുണ്ട്. ഹംഗറിക്കായിട്ട് ഇവർ ജിംനാസ്റ്റിക് ഇനത്തിലെ 10 മെഡലുകൾ നേടിയിട്ടുണ്ട്. 1952, 56 കാലഘട്ടത്തിൽ നടന്ന ഒളിമ്പിക്സിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട ആഗ്നസ് കെലേറ്റിയാണ്. 2021 ജനുവരിയിൽ അവർക്ക് 100 വയസ്സ് തികയുന്നു. ഹംഗറിക്കാരിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിലും 1956 മെൽബൺ ഒളിമ്പിക്സിലും ജിംനാസ്റ്റിക് ഇനത്തിൽ ഹംഗറിക്കായിട്ട് 10 മെഡലുകൾ ഇവർ നേടിയിട്ടുണ്ട്. നമ്മുടെ ചോദ്യം ഇതാണ്,
ജീവിച്ചിരിക്കുന്ന ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ആഗ്നസ് കലേറ്റിയാണ്. ഇന്ത്യയിൽ നേരിട്ടുള്ള ഏറ്റവും ദൈർഘ്യമേറിയ വിമാന സർവീസ് ഏതാണ്? ഇന്ത്യയിലെ നേരിട്ടുള്ള ഏറ്റവും ദൈർഘ്യമേറിയ വിമാന സർവീസ് എയർ ഇന്ത്യയുടെ ബാംഗ്ലൂർ സാൻ ഫ്രാൻസിസ്കോ വിമാന സർവീസ് ജനുവരി 9 തുടക്കമായി. 2021 ജനുവരി 9 തുടക്കമായ എയർ ഇന്ത്യയുടെ ബാംഗ്ലൂർ സാൻ ഫ്രാൻസിസ്കോ വിമാന സർവീസാണ് ഇന്ത്യയിൽ നേരിട്ടുള്ള ഏറ്റവും ദൈർഘ്യമേറിയ വിമാന സർവീസ്. എയർ ഇന്ത്യ 176 എന്നതാണ് ആ ഒരു വിമാനത്തിൻ്റെ പേര്. ആ ഒരു സർവീസ് നടത്തിയ വിമാനത്തിൻ്റെ പേര് എയർ ഇന്ത്യ 176 എന്നതാണ്. US സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വിമാനം നിർത്താതെ പറത്തി റെക്കോർഡിട്ട എയർ ഇന്ത്യയിലെ 4 വനിതാ പൈലറ്റുമാർ സോയ അഗർവാൾ, പാവഗിരി തന്മായി, അതുപോലെ തന്നെ ആകാംക്ഷ സോനവേർ, അതുപോലെ തന്നെ ശിവാനി മനാസ്. അപ്പോൾ ആ ഒരു വിമാനം പറത്തുന്നത് ആരാണ്? പൂർണ്ണമായിട്ടും വനിതാ പൈലറ്റുമാരാണെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയിൽ നേരിട്ടുള്ള ഏറ്റവും ദൈർഘ്യമേറിയ വിമാന സർവീസ് എയർ ഇന്ത്യയുടെയാണ്. AI-176 എന്ന് പറയുന്ന വിമാനമാണ്. ബാംഗ്ലൂരിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്കായിരുന്നു ആ ഒരു സർവീസ് വരുന്നത്. അതായത് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് എങ്ങോട്ട് വരികയാണ്? നമ്മുടെ ബാംഗ്ലൂരിലേക്ക് വരികയാണ്. ആ ഒരു വിമാനം പറത്തുന്നത് 4 വനിതകളാണ്. ആ 4 വനിതകളുടെ പേര് ഓർത്തിരിക്കുക. സോയ അഗർവാൾ, പാവഗിരി തന്മായി, ആകാംക്ഷ സോനവേർ, അതുപോലെ തന്നെ ശിവാനി മനാസ് എന്നീ പേരുകൾ ഓർത്തിരിക്കുക. ഇനി ഉത്തരധ്രുവത്തിന് മുകളിലൂടെ അറ്റ്ലാന്റിക് പാതയിൽ 13,993 കിലോമീറ്ററാണ് ഈ ഒരു വിമാനം പറക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വ്യോമപാതയാണ് ഈ വനിതകൾ തരണം ചെയ്യുന്ന കാര്യമാണ്. അതായത് ഉത്തരധ്രുവത്തിന് മുകളിലൂടെ അറ്റ്ലാന്റിക് പാതയിൽ 13,993 കിലോമീറ്റർ ഇവർ വിമാനം പറത്തുന്നു. ഇതാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വ്യോമപാത. ഇതാണ് ഈ വനിതകൾ എന്ത് ചെയ്യുന്നത്? തരണം ചെയ്യുന്നത്. 2021 ജനുവരി 11 ബംഗളൂരുവിലെ കെമ്പഗൌഡ വിമാനത്താവളത്തിലാണ് വിമാനം ഇറങ്ങിയത്. അപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ബാംഗ്ലൂരിലെ കെമ്പഗൌഡ വിമാനത്താവളത്തിലേക്കാണ് ഈ ഒരു സർവീസ്. ഇപ്പോൾ കെമ്പഗൌഡ വിമാനത്താവളം എവിടെയാണെന്നൊരു ചോദ്യം PS റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഉത്തരമായിട്ട് വരേണ്ടത് കർണാടകയിലെ ബംഗളൂരുവിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മൾ പരിചയപ്പെട്ടത് എയർ ഇന്ത്യയുടെ ബാംഗ്ലൂർ സാൻ ഫ്രാൻസിസ്കോ വിമാന സർവീസ് ജനുവരി 9 തുടക്കമിടുന്നു. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഇന്ത്യയിലെ നേരിട്ടുള്ള ഏറ്റവും ദൈർഘ്യമേറിയ വിമാന സർവീസ് ആയിരുന്നു ഇത്. എയർ ഇന്ത്യ 176 എന്ന വിമാനമാണ് ഇതിൽ പങ്കെടുത്തതെന്ന കാര്യം ഓർത്തിരിക്കുക. US സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഈ വിമാനം പറത്തുമ്പോൾ അതിലുണ്ടായിരുന്ന 4 വനിതാ പൈലറ്റുമാരാണ്. സോയ അഗർവാൾ, പാവഗിരി തന്മായി, ആകാംക്ഷ സോനവേർ, ശിവാനി മനാസ് എന്നീ പേരുകൾ ഓർത്തിരിക്കുക. ഉത്തരധ്രുവത്തിന് മുകളിലൂടെ അറ്റ്ലാന്റിക് പാതയിൽ 13,993 കിലോമീറ്ററാണ് വിമാനം പറക്കുന്നത്. ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ വ്യോമപാതയാണ് ഈ വനിതകൾ തരണം ചെയ്തത്. അത് ഇന്ത്യയിൽ വന്നിട്ട് ബാംഗ്ലൂരിൽ എപ്പോഴാണ് അത് ലാൻഡ് ചെയ്യുന്നത് വെച്ചാൽ 2021 ജനുവരി 11 എവിടെയാണെന്ന് ചോദിച്ചാൽ കെമ്പഗൌഡ വിമാനത്താവളത്തിലാണെന്ന കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്തായിട്ട് വെച്ചപ്പെടുന്ന ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ കൈത്തോക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്മിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ കൈത്തോക്ക്. ഇത് നിർമ്മിക്കുന്നത് പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം DRDOയും അതുപോലെ തന്നെ കരസേനയും സംയുക്തമായിട്ടാണ് 100 മീറ്റർ ദൂരപരിധിയുള്ള കൈത്തോക്ക് വികസിപ്പിച്ചത്. ആസ്മി എന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം കരുത്തൂറ്റത് എന്നാണ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ കൈത്തോക്ക് ആസ്മി. ആരൊക്കെ തമ്മിലാണ് ഇത് നിർമ്മിക്കുന്നത്? പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം DRDO അതുപോലെ തന്നെ കരസേന ഇവരെ സംയുക്തമായിട്ടാണ് ഈ 100 മീറ്റർ ദൂരപരിധിയുള്ള കൈത്തോക്ക് വികസിപ്പിച്ചത്. ആസ്മി എന്നാണ് ഈ ഒരു കൈത്തോക്കിൻ്റെ പേര്. ആ ആസ്മി എന്ന വാക്കിൻ്റെ അർത്ഥം കരുത്തൂറ്റത് എന്നാണ്. ഏറ്റവും അവസാനമായിട്ട് ഈ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ചോദ്യം ഇതാണ്. 2021 ജനുവരി 5 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രകൃതിവാതക പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത്. ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. 2021 ജനുവരി 5 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രകൃതിവാതക പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത് കൊച്ചി പുതുവൈപ്പ് ടെർമിനലിൽ നിന്ന് 450 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൈപ്പ് ലൈൻ മംഗളൂരുവിനെ ആണ് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ കൊച്ചി മുതൽ മംഗളൂരു വരെയാണ്, കർണാടകയിലെ മംഗളൂരു വരെയാണ് ഈ ഒരു പൈപ്പ് ലൈൻ വരുന്നത്. അതിൽ തന്നെ കൊച്ചിയിലെ പുതുവൈപ്പ് ടെർമിനലിൽ നിന്ന് 450 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൈപ്പ് ലൈൻ എവിടേക്കാണ് എത്തുന്നത്? മംഗളൂരുവിലേക്കാണ് എത്തുന്നത്. വൺ നാഷൻ വൺ ഗ്യാസ് ഗ്രിഡ് പദ്ധതിയുടെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗ്യാസ് പൈപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്യുന്നു. 2021 ജനുവരി 5 3226 കോടിയാണ് പദ്ധതിയുടെ ചെലവെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് 2021 ജനുവരി 5 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രകൃതിവാതക പൈപ്പ് ലൈൻ. അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എവിടം മുതൽ എവിടം വരെ എന്നാണ് ഓർത്തിരിക്കുക. കൊച്ചി പുതുവൈപ്പ് ടെർമിനലിൽ നിന്ന് 450 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൈപ്പ് ലൈൻ മംഗളൂരുവിനെയാണ് ബന്ധിപ്പിക്കുന്നത്. വൺ നാഷൻ വൺ ഗ്യാസ് ഗ്രിഡ് എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി ഗ്യാസ് പൈപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്തതെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് 3226 കോടിയാണ് ഈ ഒരു പദ്ധതിയുടെ ചെലവായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതി, ഈ പറയുന്ന വൺ നാഷൻ വൺ ഗ്യാസ് ഗ്രിഡ് എന്ന ഒരു പദ്ധതിയുടെ ചെലവായിട്ട് പറയുന്നത് 3226 കോടി രൂപയാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുത്തിട്ടുള്ള ആനുകാലിക കാര്യങ്ങളാണ് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിലും കൂടുതൽ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നല്ല രീതിയിൽ പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഉദ്യോഗത്തിൽ വളരെ വേഗത്തിൽ തന്നെ എത്തുകയും ചെയ്യാം. അടുത്തൊരു ക്ലാസ് കാണുമായിരിക്കും. നന്ദി.